നമ്മുടെ കുട്ടികളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുവാൻ നാം വളരെയധികം ശ്രമിക്കാറുണ്ട്. എന്നാൽ കുട്ടികളോ? അവരുടെ പ്രവൃത്തികളിൽ ഏതൊക്കെയാണ് മാതാപിതാക്കൾക്ക് ഇഷ്ടമുള്ളവയും ഇല്ലാത്തവയും എന്ന് കുട്ടികൾക്ക് അറിയാമോ? നമ്മുടെ മക്കൾ ചെയ്യുന്ന കാര്യങ്ങളോ അതിൻ്റെ രീതിയോ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താവും? നമുക്ക് അംഗീകരിക്കാനാവാത്ത ഒരു പ്രവൃത്തി കുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ നമുക്ക് അവരോട് ദേഷ്യം തോന്നുകയാണ് ആദ്യം സംഭവിക്കുന്നത്. അത് ശാസനയിലേക്കും ശിക്ഷയിലേക്കും പിണക്കത്തിലേക്കും ഒക്കെ നീങ്ങുന്നതായാണ് സാധാരണയായി കാണാറുള്ളത്. അതിനു പകരം അനുചിതമായ ഒരു പ്രവൃത്തി കുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിനെക്കുറിച്ചും അതിൽ നിങ്ങൾ അസന്തുഷ്ടരായതിനെക്കുറിച്ചും നിങ്ങൾ അവരുമായി ചർച്ച ചെയ്യാറുണ്ടോ? കുട്ടികളുമായി നമ്മൾ നടത്തേണ്ട ഗൗരവപൂർണമായ ഒരു ചർച്ചയെക്കുറിച്ച് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കുട്ടികളെ വളരെ നിസ്സാരക്കാരായ കൊച്ചുകുട്ടികളായി നമ്മൾ പലപ്പോഴും കാണുന്നു. അതത്ര ശരിയല്ല. അവരെ പക്വത ആർജിച്ചിട്ടില്ലാത്ത വ്യക്തികളായി തന്നെ കാണണം. സ്വീകാര്യമല്ലാത്ത ഒരു പെരുമാറ്റത്തിന് കുട്ടികളെ ശാസിക്കുന്നതിനോടൊപ്പം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പെരുമാറ്റം എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ സാഹചര്യത്തിലും കുട്ടികൾ പാലിക്കേണ്ട നല്ല പെരുമാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് അവരെ മനസ്സിലാക്കിക്കുക എന്നത് മാതാപിതാക്കളുടെ കടമയാണ്. ഉദാഹരണത്തിന്, ക്ലാസ്സിൽ നിന്നും കൊണ്ടുവന്ന ഒരു ടോയ്, ഒരു പെൻസിൽ, ഒരു കളർ പെൻ, അവൻ്റേതല്ലാത്തത് എന്തെങ്കിലും കുട്ടിയുടെ കയ്യിൽ കണ്ടാൽ നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. മറ്റുള്ളവരുടെ ഒരു സാധനവും എടുക്കരുതെന്നും അനാവശ്യമായി വാങ്ങരുത് എന്നും നിർദ്ദേശിക്കണം. എല്ലാവർക്കും അവനവൻ്റെ സാധനങ്ങൾ പ്രിയപ്പെട്ടതായിരിക്കുമെന്നും മോന് അല്ലെങ്കിൽ മോൾക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ സാധിക്കുമ്പോൾ വാങ്ങിത്തരാമല്ലോ എന്നും പറഞ്ഞു കൊടുക്കണം. മറ്റുള്ളവരുടെ സാധനങ്ങൾ ആഗ്രഹിക്കുന്നത് ശരിയല്ലെന്ന് കുട്ടികൾ മനസ്സിലാക്കട്ടെ. അതുപോലെ തന്നെ ഏത് കാര്യവും ചെയ്യുന്നതിന് അതിൻ്റേതായ ഒരു രീതിയുണ്ടെന്നും ഓരോ സാധനങ്ങൾക്കും അതിൻ്റേതായ ഉപയോഗമുണ്ടെന്നും കുട്ടികൾ വളരെ ചെറുപ്പം മുതൽ തന്നെ മനസ്സിലാക്കണം. ഓരോ ഉപകരണങ്ങളും അവയുടെ കൃത്യമായ ഉപയോഗത്തിന് എടുത്തുപയോഗിക്കാനും ഉപയോഗശേഷം അതിൻ്റെ ശരിയായ രീതിയിൽ തിരികെ വയ്ക്കാനും നിഷ്കർഷിക്കണം. ചായ പെൻസിൽ ഉപയോഗിച്ച് ചുവരിൽ ചിത്രം വരയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കുട്ടിയോട് ചായ പെൻസിൽ ചുവരിൽ ചിത്രം വരയ്ക്കാനുള്ളതല്ല, മറിച്ച് അത് കടലാസിൽ ചിത്രം വരയ്ക്കാൻ ഉള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തണം. ഏതെല്ലാം പെരുമാറ്റങ്ങളാണ് അനുചിതമായത് എന്നത് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ചെയ്യരുത് എന്ന് മാതാപിതാക്കൾ വിലക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും പിന്നീട് അനുവദിക്കാൻ പാടില്ല. കുട്ടികളുടെ നിർബന്ധങ്ങൾക്ക് വഴങ്ങി തീരുമാനങ്ങൾ മാറ്റുന്ന രീതി അവരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കും. നോ എന്ന വാക്കിൻ്റെ അർത്ഥം നോ എന്ന് തന്നെയാണെന്ന് കുട്ടികളെ പഠിപ്പിച്ചിരിക്കണം. തീരുമാനങ്ങൾ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് കുട്ടികളുടെ മേലുള്ള നിയന്ത്രണം കുറയും. എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് തൻ്റെ മാതാപിതാക്കൾ എന്ന ബോധ്യമാണ് കുട്ടികളിൽ ഉണ്ടാക്കേണ്ടത്. പ്രായത്തിനനുസരിച്ചുള്ള ചെറിയ നിബന്ധനകളും നിയന്ത്രണങ്ങളും കുട്ടികൾക്ക് ഏർപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. എത്രയെല്ലാം ശ്രദ്ധിച്ചാലും ചിലപ്പോൾ കുട്ടികൾ മാതാപിതാക്കളുടെ ക്ഷമ നഷ്ടപ്പെടുത്തും. കുട്ടികൾ കുസൃതിയോ അനുസരണക്കേടോ കാണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മാതാപിതാക്കളുടെ ക്ഷമയാണ് പരീക്ഷിക്കപ്പെടുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ കഠിനമായ ശിക്ഷണ നടപടികൾ സ്വീകരിക്കുവാൻ മാതാപിതാക്കൾ നിർബന്ധിതരായി തീരാറുണ്ട്. കുട്ടികളെ എങ്ങനെയും നിയന്ത്രിക്കണമെന്ന ഉദ്ദേശത്തോടെ മാതാപിതാക്കൾ പ്രായോഗികമല്ലാത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്താറുണ്ട്. ഇനി ഇത് ആവർത്തിച്ചാൽ നിന്നെ ഞാൻ ശരിയാക്കി കളയും, നിൻ്റെ കൈയും കാലും ഞാൻ തല്ലിയൊടിക്കും, ഇനി ഇങ്ങനെയൊക്കെ ചെയ്താൽ നിന്നെ ഞാൻ കൊന്നുകളയും എന്നൊക്കെ. എന്നാൽ മാതാപിതാക്കൾക്കും അറിയാം, കുട്ടികൾക്കും അറിയാം ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന്. അതുകൊണ്ട് നടപ്പിലാക്കാൻ കഴിയാത്തതൊന്നും മാതാപിതാക്കൾ കുട്ടികളോട് പറയുവാൻ പാടില്ല. ശാരീരികമായി വേദനിപ്പിച്ച് കുട്ടികളെ നേരെയാക്കാം എന്നൊരു ചിന്ത മാതാപിതാക്കൾക്ക് ഉണ്ടാകാറുണ്ട്. എന്നാൽ ശാരീരിക ശിക്ഷ ഫലപ്രദമായ നടപടിയല്ല. പകരം അവർക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ നിന്ന് കുറച്ച് സമയം അവരെ മാറ്റി നിർത്താവുന്നതാണ്. പിന്നീട് കുട്ടികളുമായി മാതാപിതാക്കൾ സംസാരിക്കുകയും എന്തിനാണ് തങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് കുട്ടിയുമായി ചർച്ച ചെയ്യുകയും ചെയ്യണം. അല്ലെങ്കിൽ ശിക്ഷണ നടപടിക്ക് ശേഷവും എന്തിനാണ് തനിക്ക് ശിക്ഷ ലഭിച്ചതെന്ന് കുട്ടിക്ക് അറിയാൻ സാധിക്കാതെ വരും. നമ്മൾ എന്തുകൊണ്ടാണ് കുട്ടികളെ ശാരീരികമായി വേദനിപ്പിക്കാൻ തയ്യാറാവുന്നത്? അവർ പ്രതികരിക്കില്ല എന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ. എന്നാൽ തുടർച്ചയായ ഇത്തരം പെരുമാറ്റങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് സ്വീകരിക്കേണ്ടി വരുന്ന കുട്ടികളിൽ പ്രതികാര മനോഭാവവും
പ്രതിഷേധഭാവവും പലതരത്തിലുള്ള പ്രതികാര ചിന്തയും വളർന്നു വരാം. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ദേഹം വേദനിപ്പിക്കുക എന്നത് മുതിർന്നവരായ നമുക്ക് പോലും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ ചെറിയ കുട്ടികളെ ശാരീരികമായി ശിക്ഷിക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? അനുസരണക്കേടിനും അച്ചടക്കരാഹിത്യത്തിനുമൊക്കെ മക്കളെ ശാരീരികമായി ശിക്ഷിക്കണമെന്ന് തോന്നുമ്പോൾ അരമണിക്കൂറിന് ശേഷമാവട്ടെ അത് എന്ന് വിചാരിക്കൂ. അപ്പോൾ ദേഷ്യമടങ്ങി നിങ്ങൾ ശാന്തരാവുകയും സ്നേഹത്തോടെ അവരെ തിരുത്തുവാൻ സാധിക്കുകയും ചെയ്യും. അവരുടെ ദേഹം വേദനിപ്പിച്ചല്ലോ എന്നോർത്ത് പിന്നീട് നിങ്ങൾ വിഷമിക്കുന്നതിലും നല്ലതല്ലേ ശിക്ഷ കിട്ടുമെന്ന് കുട്ടികൾ വിചാരിച്ച സമയത്ത് നിങ്ങൾ നടത്തുന്ന ഇത്തരം അത്ഭുതകരമായ സമീപനങ്ങൾ.